പിന്നെന്താ വേണ്ടേ മാഡം? വേറെ എന്തെങ്കിലും കുടിക്കാരോ? ചേട്ടാ 2 കരിക്കേ. 2 എണ്ണമല്ല? ആ ശരി. എന്താടി എന്താ നിന്റെ മുഖത്തൊരു ഭാവമാറ്റം? ഇര പിടിക്കാൻ നടക്കുന്നവർക്ക് ഇരയെ കാണുമ്പോ ഒരു ആർത്തിയില്ലേ? അതാണിപ്പോ എന്റെ അവസ്ഥ. ഇര അടുത്തെത്തിയിരിക്കുന്നു. ആരടി നിന്റെ ഇര? ആ ചെക്ക് ഷർട്ട്. താരെന്താണൊന്നും മിണ്ടാത്തെ? എന്ത് ഭംഗിയല്ലേ? പക്ഷേ ജൂലിയുടെ അത്രയും വരില്ലല്ലോ. ഓ പിന്നെ ഈ കരിക്ക് കുടിക്കാനാണ് ഇവിടെ വരെ വന്ന്. എനിക്കറിയാം നിനക്ക് ഒട്ടും സമയമില്ലെന്ന്. അതെ, ഞാനിന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. ശരി, പോയിട്ടു. ചേച്ചി, ഇനി എന്റെ ഗെയിം തുടങ്ങുവാണേ. ആയിക്കോട്ടെ, ഓൾ ദി ബെസ്റ്റ്. വെയിറ്റ് ചെയ്യ്. ഒന്ന് വില്യംസിന്റെ ഭാര്യയല്ലേ? അതെ. നിനക്ക് മുന്നേ അവനോടൊപ്പം ഉണ്ടായിരുന്ന പെണ്ണിരകളിൽ ഒരാളാ ഞാൻ. അവൻ എനിക്കിട്ട് തന്ന പണി ചെറുതല്ല. എന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചവനവൻ. നീ സൂക്ഷിച്ചോ. ഇതെന്റെ കോണ്ടാക്ട് നമ്പറാ, വെച്ചോ. ആവശ്യം വരും. ഞാൻ പറയട്ടെ. ജൂലി നിക്ക്, നീ ഒന്ന് നിക്ക്, പറയുന്ന കേക്ക്. നമ്മൾ സ്വാമിയുടെയൊക്കെ പോവാൻ നേരത്തെ പ്ലാൻ ചെയ്തതല്ലേ? നിർത്ത്, നിങ്ങളൊന്നും പറയുന്ന എനിക്കിനി കേക്കണ്ട. ഞാൻ വരുന്നില്ല. നിങ്ങളൊരു വൃത്തിയിട്ടവനാ. എടി, ഇങ്ങനെ വല്ല പെമ്പിള്ളേർ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് നീ എന്നെ സംശയിക്കാണോ? എനിക്കൊന്നും കേക്കണ്ട. എടി, അവളൊക്കെ പറയുന്നത് വിശ്വസിക്കാണോ നീ? അവളൊക്കെ ഫ്രോഡാണ്. അവളെ എനിക്ക് പരിചയം ഉണ്ടെന്നുള്ളത് സത്യമാണ്. നീ അവളെ കണ്ടില്ലേ? എനിക്ക് പ്രേമിക്കാൻ പറ്റുന്ന കോലാണോ അത്? നിന്റെ അത്ര സുന്ദരിയാണോ അവള്? നീ ഒന്ന് വിശ്വസിക്കേ. നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ സ്വാമിയുടെ അടുത്തേക്ക് പോ. എനിക്കൊന്നും കേക്കണ്ട. ചെറുപ്രായത്തില് സൗഹൃദത്തിനപ്പുറം അവളോടൊന്നും ഉണ്ടായിട്ടില്ല. അവളെന്നല്ല, ഒരു പെണ്ണിനോട്. കുറെ പേരൊക്കെ പ്രണയിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആരോടൊന്നും തോന്നിയിട്ടില്ല. നീ കൂടുതലൊന്നും പറയണ്ട. പക്ഷെ അവരോടൊന്നും ഞാൻ ഒരു അടുപ്പവും കാണിച്ചിട്ടില്ല. കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളേരുടെ പുറകെ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ നടക്കും എന്നും പറഞ്ഞ് എനിക്ക് അവരോടൊപ്പം ഒന്നും ഉണ്ടായിട്ടില്ല ജൂലി. എല്ലാരോടും സോഷ്യലായിട്ട് പെരുമാറുന്ന എന്റെ ഈ സ്വഭാവം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പ്രണയവും ഇഷ്ടവും പിന്നെ ഈ ഇണക്കവും പിണക്കവും ഒക്കെ എല്ലാം എനിക്ക് എന്റെ ഭാര്യയോടല്ലേ കാണിക്കാൻ പറ്റും. പെട്ടെന്നുള്ള ദേഷ്യം അതെന്റെ കൂടപ്പുറപ്പായി പോയി. സ്വാമി അടുക്കലേക്ക് പോകുമ്പോ അദ്ദേഹം നാളെ വിദേശത്തേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ചെല്ലാത്തതിന്റെ പരാതിയുണ്ട്. എന്താടി നീ കരുതിയത്? എന്റെ ഭാര്യയെ വരട്ടെ ഞാനങ്ങ് ഉരുകി പോകുന്നു. എന്റെ നമ്പർ നിന്റെ ഭാര്യയുടെ കൈ കൊടുത്തത് നിനക്കിട്ടുള്ള പണി തുടങ്ങാൻ തന്നെ നീ കരുതിയിരുന്നു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നീ ഈ കൊച്ചിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പണി തുടങ്ങി. അതിന്റെ സാമ്പിൾ വെടിക്കട്ട നിന്റെ ബോസിന്റെ ആക്സിഡന്റ്. ഓ, അത് നീയായിരുന്നോ? ഞാൻ വീട് വിട്ടിറങ്ങിയത് നിന്നോട് പകരം വീട്ടാനാ. നീ വിചാരിക്കുന്ന പോലെ ഒരു പീറ പെണ്ണല്ല ഞാൻ. കല്യാണം കഴിച്ച് നീ സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇനി നിന്റെ പണിയും കൊണ്ട് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല.
ഞാൻ നിന്റെ നാശം കണ്ടിട്ടേ പോകൂ. നീ വാടി, നമുക്ക് നോക്കാം. വെച്ചിട്ട് പോടാ. വണക്കം ബോസ്. സുനി, പുതിയ ഇരകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി സാധനം മൊത്തം വിൽക്കണം. ബോസ്, ഇരകളെ കണ്ടുപിടിക്കുന്നത് ഒരു പെரிய വിഷയമൊന്നുമല്ല ബോസ്. അതെനിക്ക് தெரியும் ബോസ്. ஃபஸ்ட்டு மாதிரி இல்லை, எதுவும் இல்லை. இப்போ போலீஸ் செக்கிங் ரொம்ப அதிகமாக இருக்குது. நம்ம ரொம்ப ஜாக்கிரதையாக இருக்கணும், இல்லைன்னா மாட்டிப்போம். അതേപ്പറ്റി ഒന്നും നീ കവലപ്പെടാൻ വേണ്ട. എല്ലാമേ വിക്രം ഭായി പാത്തുക്കും. നീയും വേല പാത്തുക്കും. சரி, ஓகே. சரி ബോസ്, പോയിട്ട് വരാം. ശരി. சரி, ഓക്കെ. നമസ്കാരം. നമസ്കാരം. യാ, താങ്ക് യു, താങ്ക് യു. കമ്മിങ്, കമ്മിങ്. സ്വാമി. Come on, വിക്രം ഭായ്. നമസ്കാരം സ്വാമി. ഇരിക്കൂ. ഇരുന്നു. എന്തൊക്കെയുണ്ട് നന്നായി വിശേഷം? പോകുന്നു സ്വാമി. സുഖം. ബിസിനസ് ഒക്കെ നന്നായി പോകുന്നു സ്വാമി. പറയൂ, നമ്മുടെ കാര്യങ്ങൾ വായിക്കൂ. വിദേശികളുടെ സംഭാവന. മാർഗരറ്റ് ഡേവിസ്, അമേരിക്ക, $10,000. അമേലിയ മാത്യു, ഫ്രാൻസ്, $5,000. സാങ്യാങ്, ചൈന, $5,000. നിക്കി സമറാവു, ജർമ്മനി, $6,000. നിർത്തൂ. ഡീറ്റെയിൽസ് വേണ്ട, മൊത്തം കണക്ക് പറയൂ. സ്വാമിജി, ആകെ മൊത്തം $1,00,000. ഏകദേശം ഇന്ത്യൻ മണി 85 ലക്ഷം രൂപ. 85 ലക്ഷം രൂപയോ? 85 ലക്ഷം രൂപ താങ്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. റിയലി? പാർട്ട്ണർഷിപ്പ് മീൻസ് 50-50. ഓ, താങ്ക് യു സ്വാമി, താങ്ക് യു. കുറച്ച് പച്ചമരുന്ന്, കുറച്ച് എണ്ണ, കുറച്ച് കുഴമ്പ്, ഇതെല്ലാം മതത്തിൽ ചേർത്ത് ചാലിച്ചു കൊടുത്താൽ ഡോളർ ഇങ്ങനെ ചറപറ വരുമല്ലേ സ്വാമി? That is my typical Kerala style. അതാണ്. വെരി നൈസ്, വെരി നൈസ്. പണം ഉള്ളവൻ ബ്രോയിലർ, പണമില്ലാത്തവൻ നാടൻ പൂവൻ. ഇവിടെ നാടൻ പിടകൾക്ക് ഒരു ശാപവുമില്ലല്ലോ സ്വാമി. പൊക്കോളൂ മക്കളെ. അതെന്തിനാ സ്വാമി? മക്കളൊക്കെ വലുതായി. ഇവനെന്താ ഒരു മൗനം? വില്യംസ്, നിനക്കെന്താ ഇത്ര വിഷാദം? ഇവന് ഫാമിലി പ്രോബ്ലം, അതിന്റെ ടെൻഷനാ സ്വാമി. ഇവന്റെ വിഷമമൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാം. പിന്നല്ലാതെ. മീനാക്ഷി, അതിങ്ങെടുക്കൂ. ആ സ്വാമി. വിക്രം ഭായ്, ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കുന്നത് കേട്ടല്ലോ. സ്വാമിയുടെ ഒരു കൈസഹായം ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. Why not? എന്റെ ഒരു കൈ സഹായമല്ല, 2 കൈ സഹായം ഉണ്ടാവും. ഓ, താങ്ക് യു സ്വാമി, താങ്ക് യു. ഓക്കേ വില്യംസ്, ഇത് അമേരിക്കൻ നിർമ്മിത പിസ്റ്റളാണ്. ഇത് നീ വെച്ചോ, നിനക്ക് ആവശ്യം വരും. നന്ദി സ്വാമി. എനിക്ക് വെള്ളം വേണ്ട, സ്വാമിക്കും അല്ലേ സ്വാമി? ആ, നമ്മൾ ഡ്രൈ ഡേയുടെ ആൾക്കാരാണ് അല്ലേ സ്വാമി? താങ്ക് യു. ഓ സ്വാമി,
അത്തരം സഹായങ്ങൾ കൂടി വേണം. ഓം ശാന്തി ശാന്തി. എത്തിയോ? സാമൂലച്ചാരെ തിരക്ക് ഒരാൾ വന്നായിരുന്നു. ആരാ? ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. നീ പേര് ചോദിച്ചില്ലേ? ഇല്ല, പെട്ടെന്ന് പോയി. ആവശ്യക്കാരനാണെങ്കിലേ അന്വേഷിച്ചു വന്നോളൂ. നീ ഒരു സ്കോട്ടിങ് എടുത്തേ. ആ വയറിന് ഭയങ്കര അസ്കിതയാണ്. എനിക്കൊന്ന് വീട് വരെ പോകണം. വഴി പോകരുത്, വീടെത്തണം. എന്നാടാ ഈ വീട് പോലും പൂട്ടാതെ അവളിത് എവിടെ പോയി? നിന്റെ അപ്പന്റെ പഴയ കൈക്കാരിയല്ലേ? എവിടെ പോയെന്ന് ആർക്കറിയാം? ഇവിടെ എവിടെയെങ്കിലും കാണൂലേ? ഹലോ വിക്രം ഭായ്. ഞാൻ ഓൺ ദ വേ ആണ്. നിങ്ങൾ വരില്ലേ? ഓ ഉറപ്പായിട്ടും. അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും. നിന്റെ ഭാര്യയുടെ ഒരുക്കമല്ല എൻ്റെ പ്രശ്നം, മനസ്സിലായില്ലേ? പിന്നെ നീ ജയിലിൽ പോയതും ഞാൻ നിന്നെ ഇറക്കിയ കാര്യവും അവിടെ ആരും അറിയരുത്. പാർട്ടിയിലൊരു ചർച്ചാ വിഷയമാകരുത്. ആയാൽ അത് നിന്റെ കുടുംബജീവിതത്തെ ബാധിക്കും. ഓക്കെ ശരി ഭായ്. ഓക്കെ, വെയിറ്റ് ഫോർ മീ. എത്ര സമയമായി ജോലി ചെയ്ത്? ഷോപ്പിങ്ങിന് പോയി തന്നെ ഒരുപാട് സമയം കളഞ്ഞു. വേഗം ഇപ്പൊ തന്നെ നേരം കുറേയായി. സ്വാമിയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടിയൊക്കെ നടത്തുന്നത്. സമയത്തിനെത്തിയില്ലെങ്കിൽ മോശമല്ലേ? ഞാൻ റെഡിയായല്ലോ. വാ. വരൂ 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 വരൂ. നവദമ്പതികളെ,
നിങ്ങൾക്ക് ഈ ആശ്രമ കവാടത്തിലേക്ക് സ്വാഗതം. മോളെ മീനാക്ഷി, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വരൂ, നമുക്ക് പാർട്ടി ഹാളിലേക്ക് പോകാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നവദമ്പതിമാരായ ജൂലിക്കും വില്യം. ജൂലി, ഡി. അതെ, ഒരു പാർട്ടിക്ക് ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഇറങ്ങി പോകുന്നത് മോശമല്ലേ? ഇതാണ് പാർട്ടി. വല്ലവരുടെയും ഭാര്യയുടെ കൈക്ക് പിടിക്കുന്നത്. നിങ്ങൾ വലിയ ഹൈ സൊസൈറ്റി ഒക്കെ ആയിരിക്കും, പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഒന്നുമില്ല, അതിന്റെ ബോസ് അല്ലേ. പിന്നെ പാർട്ടി എന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കിതൊന്നും പറ്റില്ല. ജൂലി, എന്തു പറ്റി മോളെ? ഒന്നുമില്ല, അങ്ങോട്ടിരുന്നോ, അകത്തിരുന്നോ. എനിക്ക് ഇത്തരം പേക്കൂത്തുകളൊന്നും ഇഷ്ടമല്ല. ഇതൊക്കെ ഒരു സോഷ്യൽ ലിവിങ്ങിന്റെ ഭാഗമല്ലേ? നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടേ നോക്കൂ. എനിക്ക് പോണം. വില്യംസിനെ ഒന്ന് വിളിക്കൂ. അയ്യോ, ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അവരൊരു ബിസിനസിന്റെ ഡിസ്കഷനില്ല. മോളെ ജ്യൂസ് കുടിക്ക്. വേണ്ട. കുടിക്ക് കുടിക്ക് കുടിക്ക്. മതി. എന്ത് പറ്റി മോളെ? തല ചുറ്റുന്ന പോലെ. സാരമില്ല കേട്ടോ. ഇങ്ങോട്ട് വാ. എവിടെയാ നീ? വില്യംസ്, അവനെ നീ അന്വേഷിക്കണ്ട. അവന് കിട്ടാനുള്ളതും വാങ്ങി അവൻ പോയി. അവൻ എനിക്ക് തന്ന തിരുമുൾ കാഴ്ചയാണ് നീ. ഇഷ്ടമായി എനിക്ക് നിന്നെ ഒരുപാട്. ഇതാ നിന്റെ വസ്ത്രങ്ങൾ. വെറുതെ കിടന്ന് ബഹളം വെക്കേണ്ട നീ. ഇവിടെ ഒരു പട്ടിയും വരാനില്ല.
വില്യംസ്, നീ എവിടെയാണ്? ശരി, അവൾ നമ്മളുടെ ബിസിനസ്സിന് സെറ്റാകുമെന്ന് തോന്നുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റുമില്ല. നീ എപ്പോ വരും? നീ ഉടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ കൊല്ലേണ്ടി വരും. ശരി, നീ വേഗം വരൂ. മോളെ, നിനക്കെന്നോട് പിണക്കമാന്ന് എനിക്കറിയാം. പക്ഷേ നിവൃത്തിയില്ല. ഞാനും നിന്നെപ്പോലെ രേരയ. എനിക്കറിയാം നിനക്കെന്നോട് നല്ല ദേഷ്യമാണ്. എന്നെ ഇവിടെ വിറ്റ എൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇയാൾ പറയുന്നതെല്ലാം കേൾക്കാനാണ് എൻ്റെ വിധി. ഇയാളുടെ എല്ലാ കള്ളത്തരവും ഇതിലുണ്ട്. ഏതെങ്കിലും നല്ലൊരു പോലീസ് ഓഫീസറെ കാണിക്കും. ഇതിലെ എല്ലാ രഹസ്യങ്ങളും പുറലോകം അറിയണം. പോയി രക്ഷപ്പെടാം.